നമസ്കാരം സന്തോഷ് ചേട്ടാ. നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഞാൻ ഡൗട്ട് അടിച്ചെന്താ പറയാ, നമസ്കാരത്തിൽ നിന്ന് എനിക്ക് മണിച്ചേട്ടന്റെ സൗണ്ട് ഒക്കെ പോലെ തോന്നിക്കുന്നുണ്ടല്ലോ. ഒരുപാട് സന്തോഷം. അടിപൊളി. ഇതിപ്പോ ഒറിജിനൽ ആണോ അതോ? എന്റെ ഒറിജിനൽ സൗണ്ടാ. ആണ്. എവിടെ വീട് എവിടെയാ? വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട്. അയ്യോ, നമ്മുടെ ട്രിവാൻഡ്രത്ത്. ഒരുപാട് സന്തോഷ വേദിയിൽ നിൽക്കുമ്പോൾ നാദൃഷക്ക എനിക്ക് വേണ്ടി എൻ്റെ നാടൻ പാട്ട് സംഘത്തിന് വേണ്ടി പ്രമോ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഫ്ലോറിൽ പക്രു ചേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് കാണാൻ. പിന്നെ ബിബിൻ ജോർജ് ഇടയ്ക്ക് എനിക്ക് മെസ്സേജൊക്കെ ഇടും, ഞങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞൊരു ഫ്ലോറാണ്. അതെ, പ്രത്യേകിച്ച് ഇത്രയും പ്രഗത്ഭനായ നാദൃഷൊക്കെ ഉള്ള വേദിയിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. അപ്പം എങ്ങനെയാണ് ഇനിയിപ്പോ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ഇന്നിപ്പോ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ളത്? ഞാനൊരു മിമിക്രി നാടൻപാട്ട് കലാകാരനാണ്. എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരാജ് ചേട്ടൻ മുഖേന മണിച്ചേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെ 8 വർഷം ഞാനും മണിച്ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ള ഷോയ്ക്കൊക്കെ ഞാൻ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ നാടൻപാട്ട് മേഖലയിലാണ്. എനിക്ക് തിരുവനന്തപുരം സാരഥി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്നൊരു ട്രൂപ്പ് ഉണ്ട്. ശരി, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പെർഫോമൻസ് തുടങ്ങുന്നത്? നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി തുടങ്ങാം. ഓളം. ഓക്കെ, ആയിക്കോട്ടെ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നിലാവിൻ്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ്, മാനത്തെ വെള്ളി നിലാവിൻ്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ്. ചേലത്ത മാൻമിഴി കണ്ണാണ്, പഴ തക്കാളി ചീണ്ടിയ ചുണ്ടാണ്. ചേലത്ത മാൻമിഴി കണ്ണാണ്, പഴ തക്കാളി ചീണ്ടിയ ചുണ്ടാണ്. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകാൻ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. അടിപൊളി, അടിപൊളി, അടിപൊളി. എനിക്ക് ആ സാധനം ഒന്നുകൂടെ വിസിലടിക്കുന്നത്. ഓ, നൈസായിരുന്നു, നൈസായിരുന്നു. ഓക്കെ, ഇനി എന്താണ്, പാട്ടാണോ അതോ മിമിക്രിയിലേക്കാണോ നമ്മൾ പോകുന്നത്? ഇനി മിമിക്രിയുടെ 2 ഐറ്റം ഞാൻ കാണിക്കാം. ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മണിച്ചേട്ടന്റെ പാട്ടിലേക്ക് വരാം. മഴ സമയത്ത് വയലിൽ പാടത്ത് തവള കരയുന്ന ശബ്ദം. ആദ്യമായിട്ട് ഒരു തവള കരയുമ്പോഴുള്ള ശബ്ദം. ഓക്കെ. ഇനി ഒരുപാട് തവളകൾ കരയുമ്പോഴുള്ള ശബ്ദം. ഇനി നമ്മുടെ സംഗീത സംവിധായകനും ഗായകനും ഒക്കെയായ ജെ സാറിൻ്റെ ഒരു പാട്ട് ഞാൻ പാടും. എന്നിട്ട് അദ്ദേഹം തന്നെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലിനെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ പാട്ട് ജെ സാർ പാടിയാൽ എപ്രകാരമായിരിക്കും? ആദ്യം ജെ സാറിന്റെ ഒരു പാട്ട്. നല്ലതു വരുത്തുക നമുക്കു നിലവയ്യ, നല്ല വഴിയങ്ങളരുളിയിടുക തെളിഞ്ഞേ, അല്ലലകളേണമതിനായിക തൊഴുന്നേ, ചൊല്ലുന്ന ശബരിമലയാണ്ട നിലവയ്യ, ചൊല്ലുന്ന ശബരിമലയാണ്ട നിലവയ്യ, ശരണൗ ശരണൗ ശരണമയ്യവ്വ, ശരണൗ ശരണൗ ശരണമയ്യവ്വ. ജെ സാറ് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലിനെ എന്ന പാട്ട്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ലയ്യവ്വ. അയ്യോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, വെറൈറ്റി ആയിരുന്നു. ഓക്കെ, ഇനി മിമിക്രിയിലേക്കാണോ അതോ നമ്മൾ പാട്ടിലേക്കാണോ പോകുന്നത്? പാട്ടിലേക്ക് മണിച്ചേട്ടന്റെ പാട്ട്. ഓക്കെ, സൂപ്പർ.
കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വള്ളകിട്ട് കൈകൊട്ട് 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 കരുമാടിക്കുട്ടന് നന്ദിനി കുട്ടിക്ക് ആറ്റുനൊറ്റുണ്ടായ കല്യാണം കരുമാടിക്കുട്ടന് നന്ദിനി കുട്ടിക്ക് ആറ്റുനൊറ്റുണ്ടായ കല്യാണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചെയ്തന്റെ തപ്പു വേണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചെയ്തന്റെ തപ്പു വേണം കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വള്ളകിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വള്ളകിട്ട് കൈകൊട്ട് തന്താരു തക തെയ്യക്ക തെയ്യക്ക തന്താരു 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 തെയ്യക്ക തന്താരു പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പോ പകുതിയും മത്താപ്പും വേറെ വേണം തന്താരു തന്താരു തെയ്യക്ക തന്താരു പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പോ പകുതിയും മത്താപ്പും വേറെ വേണം നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ള ആനത്തോരം വിളി വേറെ വേണോ നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോ പാനത്തോരം വിളി വേറെ വേണോ പാനത്തോരം വിളി വേറെ വേണോ തെയ്യക്കന്താരോ തെയ്യക്കന്താരോ തെയ്യക്കം തെയ്താരോ ആ തെയ്യക്കന്താരോ തെയ്യക്കന്താരോ തെയ്യക്കം തെയ്താരോ ഏലല്ല ഏലോ ഏലല്ല ഏലോ ഏലല്ല ഏലോ ഏലോ ഏലല്ല ഏലോ ഏലല്ല ഏലോ ഏലല്ല ഏലോ ഏലോ ഏലല്ല ഏലോ ഏലല്ല ഏലോ ഏലല്ല ഏലോ താങ്ക് യു സോ മച്ച്. കാരണം ചെറിയ നിമിഷം കൊണ്ട് വളരെയധികം വലിയ റോളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. നാദിക്കടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്. യെസ് നാദിക്ക. സാധാരണക്കാരന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള താളം എന്ന് പറയുന്നത് കലാഭവൻ മണിയുടെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വീണ്ടും ഈ വേദിയിൽ ഒരു ഓർമ്മകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പക്രു ചേട്ടാ. സന്തോഷ് ഭായ് ചേട്ടാ ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു. നിങ്ങളുടെ വോയിസിലും മണിച്ചേട്ടൻ കിടപ്പുണ്ട്. പാട്ട് പാടുമ്പോഴുള്ള ശബ്ദവും പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഹസ്കി വോയിസ് ഇല്ലേ? അതെ. സന്തോഷം സംസാരിക്കുമ്പോ അതെ അതെ എന്നൊക്കെ പറയുമ്പോൾ ആ ഹസ്കി വോയിസ് അതുകൂടി മിക്സ് ചെയ്തിട്ട് പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം മണിയുടെ ശബ്ദം നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നമ്മളോട് ഒരു ഇഷ്ടം കൂടി. അല്ല ഞാൻ അങ്ങനെ സാധാരണ പെട്ടെന്ന് ഞാൻ ഇക്കേ കണ്ടുപോയി. അങ്ങനെയാണല്ലോ ഒരു 4 വരി ആ ഒരു വോയിസ് കേൾക്കാം. 50% ഇപ്പോഴത്തെ ടോണും 50% നിങ്ങളുടെ സൗണ്ടും രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ചേട്ടൻ ക്യാസലിലൊക്കെ പാടിയൊരു പാട്ടാ. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് വിതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച. ഇതാണ് കറക്റ്റാണ് വേണ്ടത്. എന്തായാലും ഗംഭീരായിരുന്നു. യെസ്, വിപിൻ ചേട്ടനും കൂടെ എന്തായാലും ഇതിന് കമന്റ്സ് പറയണം എന്നറിയാം. പറഞ്ഞു വിപിൻ ചേട്ടാ. നാഷ്ക പറഞ്ഞതിന്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി ജോയിൻ ചെയ്യാണ് ഞാൻ. അതായത് നാഷ്ക പറഞ്ഞു എ റഹ്മാന്റെ ഗാനമേള നടന്നാലും മനുഷ്യന്റെ പാട്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കുറേ കോളേജുകളൊക്കെ പടത്തിന്റെ പ്രമോഷനും അല്ലാതെയും ഒക്കെ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഇൻസ്റ്റാഗ്രാം പറയുന്ന പോലെയുള്ള 2K കിഡ്സ് അൾട്ര അവരും ചോദിക്കുന്നത് അടുത്ത പരിപാടി DJ ആയിരിക്കും.
എന്നാലും അവർ ചോദിക്കുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. അതെ. മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടു പോയിട്ടും ഒരുപാട് കലാകാരന്മാർ അദ്ദേഹത്തെ കൊണ്ട് അല്ലേ സത്യം അവിടെ ജീവിക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചു, ഒരുപാട് പേർക്ക് നന്മ ചെയ്തു. അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഓരോ കലാകാരന്മാരിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഫീല്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് ചേട്ടാ. താങ്ക് യു. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഈ ഒരു പെർഫോമൻസിന് നമ്മൾ എത്രയാണ് റേറ്റിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? നല്ലൊരു കലാകാരൻ, നല്ല ഒരു കുറെ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചു. 4 സ്റ്റാറിൽ കുറിച്ചിട്ടുള്ള പരിപാടി നമുക്കില്ല. 4 സ്റ്റാർ. 4 സ്റ്റാർ. സൂപ്പർ സൂപ്പർ. സന്തോഷന് ലഭിക്കുന്നത് 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും. ഓക്കെ, അപ്പൊ അത് നൽകുന്നതിനായി നാദിക്കനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സന്തോഷേട്ടനുള്ള അവാർഡ് ഇവിടുന്ന് ലഭിക്കാൻ പോവുകയാണ്. 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിൾ. കൺഗ്രാറ്റുലേഷൻ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയൊക്കെ ഓളം വെച്ചപ്പോ ബ്രേക്ക് നമുക്കൊരു ഓളത്തിൽ അങ്ങ് പോയാലോ? ഒരു പാട്ടും കൂടെ പാടുന്നതിന് ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് നാദൃഷൊക്കെ നിൽക്കുമ്പോ പാടാൻ പറ്റുന്നത് എന്റെ മണിച്ചേട്ടൻ നിൽക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സമ്മാനമൊക്കെ ഇങ്ങ് വന്നു. നിങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ച പാട്ട് പാടിക്കും. കേക്കട്ടെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള വിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള വിടയ്ക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിന്റെ കച്ചോടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിന്റെ കച്ചോടം. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള വിടയ്ക്കണ മീനാണേ.